മലയാളിയുടെ മുഖം നോക്കുന്ന സംവാദ നേരത്തിലേക്ക് BKC പ്രൈഡ് സെൽഫിയിലേക്ക് ഏവർക്കും സ്വാഗതം. സംഗീതത്തിന് അതിർവരമ്പുകളില്ല. ലോകത്തെവിടെയും സംഗീതത്തിന് ഒരു ഭാഷയാണ്. എങ്കിലും നമ്മൾ എല്ലാവരും വൈവിധ്യമാർന്ന സംഗീതത്തിന്റെ ആരാധകരാണ്. സംഗീതത്തിന്റെ സഹയാത്രികരുമായി ലിഖിതമായ നിയമങ്ങളൊന്നുമില്ലാത്ത ഈ സംവാദ നേരത്തിലേക്ക് അല്ല, സന്തോഷ നേരത്തിലേക്ക് BKC പ്രൈഡ് സെൽഫിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ജയചന്ദ്രൻ കടമ്പനാട്, നാടൻ പാട്ട് കലാകാരൻ; സുശീല ദേവി, റിട്ടയേർഡ് സംഗീത അധ്യാപിക; പ്രീത, ഗായിക; അനിത ഷേഖ്, ഗായിക; വിദ്യ, നാടൻ പാട്ട് കലാകാരി; സൂരജ് സന്തോഷ്, ഗായകൻ, സംഗീത സംവിധായകൻ; റഷീദ്, മൂവാറ്റുപുഴ; ശ്രീലക്ഷ്മി. സംഗീതവും മൊത്തം ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ് താങ്കൾ. ഇത്രയും നാളത്തെ ഒരു ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? മലയാളിക്ക് സംഗീതത്തോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിനും മനോഭാവത്തിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടോ? ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടുണ്ടോ ഇന്നത്തെ തലമുറയ്ക്ക്? ഇല്ല, അങ്ങനെ ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടില്ല. പക്ഷെ നല്ല പാട്ട് കേൾക്കാത്തതിന്റെയും കിട്ടാത്തതിന്റെയും പ്രശ്നം മലയാളിയെ സംബന്ധിച്ചിടത്തോളം. കാരണം മലയാളി ഒരു വലിയ പാട്ടിന്റെ പാരമ്പര്യത്തിൽ നിന്ന് സഞ്ചരിച്ചു വന്നിട്ടുള്ള ഒരു ജനതയാണ്. അപ്പം ഇന്നത്തെ കാലത്ത് മനുഷ്യൻ നേരിടുന്ന സംഗീതത്തിന് അനന്തമായ സാധ്യതയാണ്. മനുഷ്യന്റെ മാനസികാവസ്ഥയെ, അവന്റെ ആർദ്രതയെ നല്ല വഴിക്ക് നയിക്കാൻ സംഗീതത്തിന് പറ്റും. സംഗീതമാണ് ലോകത്തിന്റെ എന്താ പറയാ മഴ. സാംസ്കാരിക പൈതൃകമായ ഒരു നാടൻ പാട്ടിൽ തന്നെ നമുക്ക് തുടങ്ങാം സെൽഫിയുടെ ഈ വേദിയിൽ. നാം ഒന്നല്ലേ, നമ്മളൊന്നല്ലേ, നമുക്കുടയോനും ഈ മണ്ണിനുടയോനും ഈ കാടിനുടയോനും നമ്മളല്ലേ, 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 നാം ഒന്നല്ലേ, നമ്മളൊന്നല്ലേ, നാം ഒന്നല്ലേ, നമ്മളൊന്നല്ലേ, നമുക്കുടയോനും ഈ മണ്ണിനുടയോനും ഈ കാടിനുടയോനും നമ്മളല്ലേ, 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 വിയർപ്പല്ലോ മുത്തുമണിയായി തിങ്ങി നിൽക്കുന്നു, നമ്മുടെ കരുത്തല്ലോ കനകമണിയായി പൂത്തു നിൽക്കുന്നു, പങ്കുവയ്ക്കുക തുല്യരായി നാം ഒന്നല്ലേ, കനകമണികൾ മുത്തുമണികൾ നമ്മുടേതല്ലേ, കനകമണികൾ മുത്തുമണികൾ നമ്മുടേതല്ലേ, നാം ഒന്നല്ലേ, നമ്മളൊന്നല്ലേ, നമുക്കുടയോനും ഈ മണ്ണിനുടയോനും ഈ കാടിനുടയോനും നമ്മളല്ലേ, 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 നമ്മളല്ലേ. മനുഷ്യന്റെ ഐക്യത്തിനെ കുറിച്ചുള്ള ഒരു പാട്ടല്ലേ? പ്രകൃതിയുമായി ഇണങ്ങി ചേർന്ന് ജനതയെല്ലാം ഒന്നാണ്. കാലത്തിന്റെ ആവശ്യമാണ്. നമ്മളെല്ലാം വന്ന് ജാതി മത രാഷ്ട്രീയ വർഗീയമായിട്ടുള്ള ഒരു വലിയ പിന്തിരിപ്പൻ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പം നാം ഒന്നാണ് എന്ന് ഓർമ്മപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു വലിയ പണി കൂടി പാട്ടിനുണ്ട്. അതാണ് പാട്ട്. ഒരു പാട്ടുകാരി എന്നുള്ള നിലയിൽ എന്തെങ്കിലും പുതിയ മാറ്റങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു? ഉണ്ടാവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ മാറ്റങ്ങള്? തീർച്ചയായിട്ടും മാറ്റം ഉണ്ടായിട്ടുണ്ട്. പണ്ട് പ്രോഗ്രാമിന് പോകുന്നതിൽ നിന്നും പണ്ട് പാട്ട് നമ്മൾ കേൾക്കുകയാണ്, ഇന്ന് പാട്ട് കാണുകയും കൂടെ ആണോ എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നെത്തിയിരിക്കുന്നുണ്ട്. മൊത്തത്തിൽ എല്ലാവർക്കും കൊണ്ട് തന്നെ പണ്ട് വെറുതെ സ്റ്റേജിൽ നിന്ന് പാടിയാൽ, ഇപ്പോഴും അങ്ങനെ പാടുന്നവരുണ്ട്. ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഒരടി മുമ്പോട്ട് വെച്ച് ഡാൻസ് ചെയ്ത് ഒന്നും പാടാം. പക്ഷെ ഇപ്പോൾ പാട്ട് കാഴ്ചയ്ക്കും കൂടെ ഭംഗിയുള്ളതായിരിക്കണം. പാടുന്ന ആൾക്ക് അപ്പിയറൻസിലും കുറച്ച് വ്യത്യാസം വേണം. പിന്നെ മൊത്തത്തിൽ എല്ലാത്തിലും മാറ്റം അനിവാര്യമാണല്ലോ. ഇത് പാട്ടിന്റെ ക്വാളിറ്റിയെ ബാധിക്കുമോ ഈ ഒരു?
പെർഫോം ചെയ്ത് പാടുമ്പോൾ? അപ്പൊ അത് ഭംഗിയായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല. എല്ലാവരും ചെയ്യുന്നുണ്ടെന്നാൽ ഞാനും അങ്ങനെ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് പറ്റാത്ത പണിക്ക് പോകുമ്പോൾ പലരും അത് ഫെയിലിയർ ആവുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് സാധിക്കുമെങ്കിൽ അങ്ങനെ കറക്റ്റായിട്ട് അതൊരു എക്സ്ട്രാ കഴിവാണ്. എന്നുവെച്ചാൽ ഡാൻസ് ചെയ്ത് പാടുകയും ഒപ്പം ലിറിക്സ് ഓർക്കുകയും കറക്റ്റ് ബാറിൽ പാടി കയറുകയും ഒക്കെ ചെയ്യുന്നത് ഒരു എക്സ്ട്രാ കഴിവ് തന്നെയാണ്. അത് ഉള്ള കുട്ടികളെ നമ്മൾ സമ്മതിക്കണം. അതിന് കുറ്റം പറയാൻ പറ്റില്ല. അത് ഭംഗിയായി ചെയ്യുന്നവരത് ചെയ്തോട്ടെ. പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്താലേ പാട്ടുകാരാവുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ മറ്റ് സീനിയർ സിംഗേഴ്സും ഒക്കെ ഇവിടെ ഉള്ളവരൊക്കെ എന്താ പറയാ, അവരൊന്നും പാട്ടുകാരല്ലേ. അപ്പോൾ അങ്ങനെ പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല. ചേച്ചിയുടെ ആരാധകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് കരലേ നിൻ കൈ പിടിച്ച്. ആ പാട്ട് പാടി നമുക്ക് നീങ്ങാം. ഓക്കെ. കരളേ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്, ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്, മന്ത്രകോടി നെയ്തൊരുങ്ങി പള്ളിമേട പൂത്തൊരുങ്ങി, കാരുണ്യത്തിരികളൊരുങ്ങി മംഗല്യ പന്തലൊരുങ്ങി, എന്നു വരും നീ തിരികെ, എന്നു വരും നീ, എന്നു വരും നീ തിരികെ, എന്നു വരും നീ. ഈ സുശീല ടീച്ചറിലേക്ക് ലളിത ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. സംഗീത അധ്യാപികയാണ്, റിട്ടയർഡ് സംഗീത അധ്യാപികയാണ്. ഒരുപാട് ലളിത ഗാനങ്ങൾ പാടിയിട്ടുണ്ട് അല്ലേ? ഫിലിമിലും പാടിയിട്ടുണ്ട്. ഫിലിമിലും പാടി 70s-ലൊക്കെ. ഓക്കെ. ലളിതഗാനങ്ങളാണ് ധാരാളം പാടിയിട്ടുണ്ട്. എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ അന്ന് പാടിയതും? പൊതുവെ ലളിതഗാനം എന്ന് പറഞ്ഞ ഒരു സംഭവം അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു, അറിയില്ല. പണ്ട് ഞങ്ങളൊക്കെ പാടുന്ന കാലത്തെന്ന് പറഞ്ഞാല് ഓരോ ലളിതഗാനവും ഇന്നൊരു സിനിമാ ഗാനം പോലെ മനോഹരമായിരുന്നു പണ്ടത്തെ അന്നൊക്കെ. പക്ഷെ ഇപ്പോഴൊക്കെ ഉള്ള ലളിതഗാനങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് കേട്ട് മറന്നു പോകുന്നു. പണ്ടത്തെ ലളിതഗാനങ്ങളെന്ന് പറഞ്ഞാൽ ഇന്നും പലതും മനുഷ്യരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് കേൾക്കുന്നവരുടെ. അത്രയ്ക്ക് പോപ്പുലറായിരുന്നു. ഘനശ്യാമ സന്ധ്യാഹൃദയമൊക്കെ ഒരിക്കലും മറക്കില്ല ആരും. അത്ര പോപ്പുലറാണ്, അത്ര പോപ്പുലറായി. പക്ഷെ ഇപ്പോ കലോത്സവ വേദികളിൽ മാത്രം. പണ്ട് കലോത്സവ വേദികളിൽ ഗാനം ലളിതഗാന മത്സരം എന്ന് പറഞ്ഞാൽ പഴയ പാട്ടുകൾ ഇങ്ങനെ കേൾക്കലാണ്. അത് തന്നെ പാടിക്കൊണ്ടിരിക്കും പലരും. ഞാൻ തന്നെ പാടിയ പല പല പാട്ടുകളെടുത്ത് കോമ്പറ്റീഷന് പലരും പാടി കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. നേരത്തെ ദാസേട്ടന്റെ തരങ്കിണി കാസറ്റുകൾ ഒരുപാട് ഈ ലളിതഗാനങ്ങൾ ഇറങ്ങാറുണ്ടായിരുന്നില്ലേ? ഓണം, വിഷു. അങ്ങനെയൊന്നുമില്ല ലളിതഗാനമായിട്ട്, അങ്ങനെ ഒന്നും കാസറ്റ് CDs ഒന്നും ഇല്ല അല്ലെ? ഒന്നും അങ്ങനെ വരണില്ല, അങ്ങനെ കേൾക്കണമില്ല അപ്പോഴും അധികം. ടീച്ചർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലളിതഗാനം നമുക്ക് വേണ്ടി ഒന്ന് പാടാമോ? ഒരു 4 വരി. ഞാൻ എൻ്റെ ചേട്ടൻ്റെ, അത് 80s-ലൊക്കെ പാടിയതാണ്. എൻ്റെ ബ്രദർ ബിച്ചു തിരുമല, ചേട്ടൻ്റെ ഒരു പാട്ട് ചേട്ടൻ തന്നെ ട്യൂൺ ചെയ്ത് ചേട്ടൻ ഒരു കാസറ്റ് ഇറക്കിയിരുന്നു. ആ കാസറ്റിൽ ഞാൻ തന്നെ പാടിയൊരു പാട്ടുണ്ട്. കാളിന്തി തൻ കുഞ്ഞലകൾ പാടും താരാട്ടിൽ നീ മയങ്ങും അമ്പാടിയാണുണ്ണി എന്നുള്ളം, കാൽവിരലുണ്ടെന്നുമെന്നും ആലോലമാടൂ ഉണ്ണി ഉണ്ണി കണ്ണനുണ്ണി വാവോ കാളിന്തി തൻ കുഞ്ഞലകൾ പാടും താരാ
നീ മയങ്ങും അമ്പാടിയാണു നീ എന്നുള്ളം. അനിത, പൊതുവെ മലയാളിക്ക് അത്ര പരിചിതമല്ലാത്ത ഒന്നാണ് സൂഫി സംഗീതം. അനിത അതിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അല്ലേ? സൂഫി സംഗീതത്തിനെ കുറിച്ച് ഒന്ന് പറയോ? സൂഫി സംഗീതം എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ ലവിനാണ് അതിന് ഇമ്പോർട്ടൻസ് ഉള്ളത്. നമ്മളെല്ലാവരും ജീവാത്മാവാണ്. അപ്പോൾ പരമാത്മാവിലേക്കുള്ളൊരു കണക്ഷൻ, അതാണ് സൂഫി മ്യൂസിക്കിലൂടെ എപ്പോഴും റെൻഡർ ചെയ്യപ്പെടുന്നത്. സൂഫി മ്യൂസിക്കിൻ്റെ ഒരു ഭാഗമാണ് ഖവാലീസ് എന്ന് പറയുന്നത്. സൂഫി ആക്ച്വലി ഒരു സാഹിത്യശാഖയാണ്. കുറച്ച് ഗഹനമായ മതമല്ലേ അത്? സൂഫിസം ഒരു മതമാണ്. മതം എന്ന് പറയുന്നില്ല, അതൊരു ലൈഫ് സ്റ്റൈലാണ് ആക്ച്വലി. എങ്ങനെ നമ്മൾ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളൊരു രീതിയാണത്. അതിനൊരു മതമായിട്ട് പറയാൻ പറ്റില്ല. സൂഫി കലാംസ്, സൂഫി പോയംസിനാണ് ഞാൻ കൂടുതലും റിസർച്ച് ചെയ്യുന്നതും ഞാൻ കൂടുതൽ പെർഫോം ചെയ്യുന്നതും. എന്താ അതിലേക്ക് ഒരു താല്പര്യം വന്നത്? എന്താ പറയാ, ഒരു പൊന്ന് ഉരുക്കി ഭംഗിയുള്ളൊരു ഓർണമെന്റ് ആവുന്നത് ഒരു പ്രോസസ്സാണ്. അതുപോലെ ഒരു കലാകാരനും ഒരു കലാകാരിക്കും അതായത് അവരുടെ ലൈഫിലെ ഒരു സ്ഥാനത്ത് അല്ലെങ്കിൽ മിന്നിത്തിളങ്ങുന്ന ഒരു സ്ഥാനത്ത് എത്തുന്നതും ഒരു പ്രോസസ്സാണ്. പിന്നെ ഒരുപാട് പ്രോസസ്സിലൂടെ എൻ്റെ ജീവിതവും ഇങ്ങനെ കടന്നുപോയി. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ആത്മാവിനെ എനിക്ക് സന്തോഷിപ്പിക്കുന്ന ഒരു മ്യൂസിക്കൽ ശാഖ, എന്നെ എപ്പോഴും അട്രാക്ട് ചെയ്യുന്ന ഒരു മ്യൂസിക്കൽ ശാഖയാണ് സൂഫി മ്യൂസിക്. പ്ലേ ബാക്ക് സിംഗറും കൂടിയല്ലേ അനിത? അപ്പൊ ഇതിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, അതിൽ അവസരങ്ങൾ കുറയ്ക്കാൻ അവസരങ്ങൾ കുറയുന്നൊന്നുമില്ല. ഞാൻ വേറെ ലാംഗ്വേജിലും പാടുന്നുണ്ട്. മലയാളം, തമിഴ്, കന്നഡ, തെലുഗു, ഒറിയ, പഞ്ചാബി, പിന്നെ ഫോറിൻ ലാംഗ്വേജ്, ആഫ്രിക്കൻ ലാംഗ്വേജ് പാടി, അറേബ്യൻ ലാംഗ്വേജ് പാടി. അപ്പോൾ ഇതൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ പെർഫോം ചെയ്യുന്നത് സൂഫി ആ ഒരു ജോണറാണ്. ഓക്കെ, ഒരു പാട്ട് സൂഫിയിൽ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ജോണേഴ്സ് ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ഒരു ഹംദ് പാടാം. ഹംദ് എന്ന് പറഞ്ഞാൽ ഇൻ പ്രൈസ് ഓഫ് ഗോഡ്, അതാണ്. പഞ്ചാബി ലാംഗ്വേജിലാണ് ഇപ്പോൾ ഞാൻ പാടാൻ പോകുന്നത്. ഔവൽ ഹംദ് സനാ ഇലാഹി जो मालिक हर हर दा उस दाना चितारन वाला किसी मैदान ना हरदा तेजे तेरी रहमत बल्ले ते बल्ले 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 ते एक गुनाह मेरा मां प्यो वेखे ते देस निकाला ते लख गुनाह मेरा നമ്മളിപ്പോ കേരളത്തിലാണ് നിൽക്കുന്നതെന്ന് മറന്നു പോവാ അല്ലെ? സൂരജിനല്ലേ 2016 ബെസ്റ്റ് സിംഗർ അവാർഡ് കിട്ടിയ, സ്റ്റേറ്റ് അവാർഡ്, ആ ഗപ്പിയില് അല്ലേ? ആ പാട്ടൊന്ന് പാടാമോ? ഇരവാകവേ പകലാകവേ കവിളത്തു നിന്റെ ചിരിക്കാത്തിടാനിതുവഴി ഞാൻ തുണയായി വരാം ഇനി എന്നുമേ കുടനീർത്തിടാം തണലേകിടാം ഒരു നല്ല നേരം വരവേറ്റിടാം. അങ്ങനെ പോകുന്നു. ഓക്കെ, സൂരജിന് ബാൻഡില് പാടുന്നുണ്ട് അല്ലേ സൂരജ്? മസാല കോഫി എന്ന ബാൻഡില് മസാല കോഫി. ഓക്കെ, അതുപോലെ ചലച്ചിത്രങ്ങളിൽ പാടുന്നുണ്ട്, പ്ലേ ബാക്ക് സിംഗർ ആണ്.
ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയപ്പോ, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോ കൂടുതൽ ഒരു ഉത്തരവാദിത്വം വന്ന പോലത്തെ ഒരു തോന്നലുണ്ടോ നേരത്തേക്കാളും? ഇല്ല, ഞാൻ എന്ത് കാര്യം ചെയ്താലും അതിപ്പം ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആണെങ്കിലും പ്ലേ ബാക്ക് ആണെങ്കിലും ഇപ്പം വേറെന്തെങ്കിലും ഒരു മ്യൂസീഷ്യൻ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ഓണസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ളൊരു ഓണസ്റ്റി ആണ്. അങ്ങനെ ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. ആ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള പ്രവർത്തനം നമ്മൾ എന്ത് ചെയ്താലും ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പം അതുണ്ടാവും. അത് ഒരു ഉത്തരവാദിത്തം കൂടുതൽ ഫീൽ ചെയ്തിട്ട് നമുക്കൊരു എന്താണ് ഒരു നമ്മുടെ കൊടുക്കുന്ന ആത്മാർത്ഥതയുടെ അളവ് കൂട്ടാനോ കുറയ്ക്കാനൊന്നും പറ്റില്ല. ആത്മാർത്ഥം എന്ന് പറഞ്ഞാൽ അതിന് ഒരൊറ്റ അളവേ ഉള്ളൂ, ആത്മാർത്ഥമായി ചെയ്യാന്നുള്ളൂ. അപ്പോൾ റെസ്പോൺസിബിലിറ്റി വരുന്ന മാറുന്ന ഒരു എക്സ്ട്രാ പെയിൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സെയിം പാഷനോടെ ഇപ്പോഴും ചെയ്യുന്നു. മാപ്പിളപ്പാട്ടിന്റെ ഇതുപോലെ തന്നെ ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. മാപ്പിളപ്പാട്ടുകൾക്ക് മലയാളികൾക്ക് എന്നും ഇഷ്ടമുള്ളതാണ് മാപ്പിളപ്പാട്ടുകൾ. പഴയ മാപ്പിളപ്പാട്ടുകളും ഇപ്പോഴത്തെയും തമ്മിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ അതിന്റെ രീതിയിൽ? തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ മാപ്പിളപ്പാട്ടുകളിൽ കൂടുതൽ ക്ലാസിക്കലായിട്ടും ശാസ്ത്രീയമായിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങി. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പഴയ അറബി മലയാള ഭാഷകൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകില്ലാത്തൊരു ഭാഷയിലായിരുന്നു. തമിഴ് കലർന്ന ഒത്തിരി ഭാഷകൾ അതിൻ്റെ അകത്ത് കൂടിക്കലർന്നു വന്ന ഭാഷയിലായിരുന്നു കൂടുതൽ മാപ്പിളപ്പാട്ടുണ്ടായത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആദ്യത്തെ മുഹിയുദ്ദീൻ മാല തുടങ്ങിയുള്ള 400 വർഷം മുമ്പ് മുഹിയുദ്ദീൻ മാല എന്ന കവിതാ സമാഹാരം തുടങ്ങി. പിന്നെ കപ്പപ്പാട്ട്, അങ്ങനെ നിരവധി മേഖലകളിലൂടെ ഇത് കടന്നുപോയി. ഇതിൽ ഈ മാപ്പിളപ്പാട്ടിൽ വിഷയമാക്കാത്ത ഒന്നും തന്നെയില്ല. എല്ലാ വിഷയങ്ങളും മാപ്പിളപ്പാട്ടിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പൊ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഉള്ള പാട്ടുകൾ കടന്നു പോയിട്ടുണ്ട്. അതുപോലെ കപ്പപ്പാട്ട് എന്ന് പറഞ്ഞാൽ കപ്പൽ പാട്ടെന്നാണ്. അതൊന്നും ആളുകൾക്കറിയില്ല. പിന്നെ മാപ്പിളമാർ എന്ന് പറയുമ്പോൾ തന്നെ മാപ്പിള എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠർ എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ മാപ്പിള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തെ ആയിരുന്നു നമ്മൾ മാപ്പിള എന്ന് പറയാറുള്ളത്. പക്ഷെ മാപ്പിള എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠർ എന്നത്, മാപ്പിള പിള്ള എന്നൊക്കെ പറയുന്ന ശ്രേഷ്ഠർ എന്നൊരു വാക്കത്തിലാണ്. ഇതിനു മുമ്പ് മാപ്പിള എന്ന പേരിന് മുമ്പ് ഈ പാട്ടിനറിയപ്പെടുന്നത് സഫീനത്ത് എന്നാണ്. അതിന് ശേഷമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മാപ്പിള എന്ന ഈ പേര് ഇട്ടത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു മാപ്പിളപ്പാട്ടൊന്ന് പാടാമോ? തീർച്ചയായും. ഞാൻ എന്റെയൊക്കെ ചെറുപ്പത്തില് ഞാൻ ആലപിച്ച 1921 മലബാറിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നടത്തിയ ഖിലാഫത്ത് പ്രക്ഷോഭങ്ങളെ കുറിച്ച് പറഞ്ഞ ഒരു പാട്ടുണ്ട്. കുതുബുശുഗദാക്കളിലും ബന്ദാ ബദറിൽ പടവെട്ടി ജയിത്തവർ പോരിശ കുതുബുശുഗദാക്കളിലും ബന്ദാ കുത്തുബുല്ലക്ക് താബ് എനിക്ക് കുത്തുബുഷുക തോര തനിക്ക് കുത്തുബിങ്ങളെ തേട്ട മതുക്ക് ഇറസൂൽ നബിയാം കബുലാക്ക് ബദർപട പൊരുതിട മുന്നണി സൂത്രം ചതുർപുരമിലസക ബുകളണി നേത്രം കുരുടബു ജകളുടെ പടകൊടു നേത്രം അങ്കിങ്കും ലെങ്കും അങ്കും പൊങ്കിങ്കും സംകൃത പരിമള ലെങ്കൃതമായി കാണും ജയപ്പടി സഹതുകളർപ്പേണം ഇരന്തവ തമ്പൊടു തമ്പുവി തമ്പുകൾ തമ്പർ തരികിണ തകൃതിമി പാത്തിവതോവൻ അപ്പട പൊരുതിട നിപ്പതു ബദറിൽ ഇക്കഥ ഉരവിട നിക്കുമയരികരിൽ കുതുബുശുഗദാക്കളിലും ബന്ദാ ബദറിൽ പടവെട്ടി ജയിത്തവർ പോരിശ കുതുബുശുഗദാക്കളിലും ബന്ദാ. അർത്ഥമുണ്ട് ഇതിന്റെ പകുതിക്ക് അനുപല്ലവി തൊട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏകദേശം ഇത് അന്നത്തെ ജയിലിൽ അടച്ചതിനെ പറ്റിയ കുറെയൊക്കെ. പക്ഷെ ഇതിന്റെ വാക്കുകള് ഇങ്ങനെ അറബി മലയാള സാഹിത്യങ്ങളെല്ലാം കാണും. ശ്രീലക്ഷ്മി റിയാലിറ്റി ഷോസിൽ കൂടെയൊക്കെ അല്ലേ കടന്നു വന്നത്? തമിഴിലും മലയാളത്തിലൊക്കെ ചെയ്തു. കൈരളിയുടെ കുട്ടിപ്പട്ടുറുമാൽ അല്ലേ വന്നത് ആദ്യം. ഓക്കെ, ഇതിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ എന്തായിരുന്നു ശ്രീലക്ഷ്മിക്ക്? പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് കുറെ വേണം. അത് ഞാൻ കുറെ ചെയ്തിട്ട് പിന്നെ ഈ കുട്ടിപ്പട്ടുറുമാലിന്റെ ക്വാർട്ടർ ഫൈനൽസ് വരെ എത്താം. ഗ്രൂമിംഗ്, അതിന്റെ ഗ്രൂമിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? വീട്ടില് എൻ്റെ അമ്മ എന്നെ പഠിപ്പിക്കുന്നതിനൊപ്പം അമ്മ ഗ്രൂമിങ് ചെയ്യുമായിരുന്നു. പിന്നെ കുട്ടിപ്പട്ടുറുമാലിൽ വരുമ്പോൾ ഞങ്ങളുടെ ഒരു ഗ്രൂമർ ഉണ്ടായിരുന്നു, OU ബഷീർ എന്ന് പറഞ്ഞാൽ. ആ അക്കയും കൂടെ ഞങ്ങൾക്ക് ഗ്രൂം ചെയ്തു തരുമായിരുന്നു. പാടിയതില് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതായിരുന്നു ഈ കുട്ടിപ്പട്ടുറുമാലിൽ പാടിയതില്? കുട്ടിപ്പട്ടുറുമാലിൽ പാടിയതിൽ എനിക്ക്
ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാല് പാത്തുമ്മ പാത്രക്കണ്ണി എന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു. 4 വരി പാടാമോ അത്? പാത്തുമ്മ പാത്രക്കണ്ണി പാത്രക്കണ്ണോണ്ടപ്പം ചുട്ടു, ചുട്ടപ്പം കരിഞ്ഞു പോയി, വന്ന മപ്പള തെറ്റിപ്പോയി. പാത്തുമ്മ പാത്രക്കണ്ണി പാത്രക്കണ്ണോണ്ടപ്പം ചുട്ടു, ചുട്ടപ്പം കരിഞ്ഞു പോയി, വന്ന മപ്പള തെറ്റിപ്പോയി. ബാപ്പുട്ടി തീപ്പട്ടി മെപ്പൊട്ടെറിഞ്ഞപ്പോ തീപ്പട്ടി വീണത് മെപ്പടി മേൽ, തീപ്പട്ടി എടുക്കനെ ബാപ്പുട്ടി എണീച്ചപ്പം ബാപ്പുട്ടി വീണത് മറുപടി മേൽ. ബാപ്പുട്ടി തീപ്പട്ടി മെപ്പൊട്ടെറിഞ്ഞപ്പം തീപ്പട്ടി വീണത് മെപ്പടി മേൽ, തീപ്പട്ടി എടുക്കനെ ബാപ്പുട്ടി എണീച്ചപ്പം ബാപ്പുട്ടി വീണത് മറുപടി മേൽ. പാത്തുമ്മ പാത്രക്കണ്ണി പാത്രക്കണ്ണോണ്ടപ്പം ചുട്ടു, ചുട്ടപ്പം കരിഞ്ഞു പോയി, വന്ന മാപ്പള തെറ്റിപ്പോയി. ബാപ്പുട്ടി തീപ്പട്ടി മെപ്പൊട്ടെറിഞ്ഞപ്പം തീപ്പട്ടി വീണത് മെപ്പടി മേൽ, തീപ്പട്ടി എടുക്കനെ ബാപ്പുട്ടി എണീച്ചപ്പം ബാപ്പുട്ടി വീണത് മറുപടി മേൽ. ബാപ്പുട്ടി തീപ്പട്ടി മെപ്പൊട്ടെറിഞ്ഞപ്പം തീപ്പട്ടി വീണത് മെപ്പടി മേൽ, തീപ്പട്ടി എടുക്കനെ ബാപ്പുട്ടി എണീച്ചപ്പം ബാപ്പുട്ടി വീണത് മരപ്പടി മേൽ. വിദ്യ 2 ട്രൂപ്പിൽ പാടുന്നുണ്ടല്ലേ നാടൻ പാട്ടുകൾ. ഏതൊക്കെയായിരുന്നു ഇപ്പൊ ചെയ്യുന്നത്? ദൈവമക്കൾ വയലരങ്ങ് എന്ന് പറഞ്ഞ സംഘമാണ്. കേരളത്തില് അങ്ങോളം നിരവധി നാടൻപാട്ട് സംഘങ്ങളിൽ ചെയ്തു തീർന്നു. അത് ട്രഡീഷണൽ നാടൻ പാട്ടുകളാണോ അതോ എല്ലാവർക്കും മനസ്സിലാവുന്ന ഇപ്പോഴത്തെ അങ്ങനെയാണോ? അതെ, ഇപ്പൊ ഈ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ അത്തരത്തിലുള്ള എഴുത്തുപാട്ടുകളും നമ്മൾ പാടി പെർഫോം ചെയ്യാറുണ്ട്. ഒന്ന് പാടാമോ നമുക്ക് വേണ്ടി കുറച്ച്? വാവേ വാവേ വാവാ വാവോ വാവേ എന്നും തല ചായ്ക്കാൻ നിടമില്ലെൻ്റെ പുള്ളേ വാവോ വാവാ വാവോ വാവേ സൂര്യൻ മറഞ്ഞേ ഇരുളും പരന്നേ വാവോ വാവാ വാവോ വാവേ. ഈ നാടൻ പാട്ടുകൾ കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. ഇപ്പം കലാഭവൻ മണി വന്നോട് കൂടിയിട്ട് അതിന് വേറൊരു പ്രൊമോഷൻ കിട്ടി. ശരിക്കും എങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ അതില് നാടൻ പാട്ടുകളില്? നാടൻ പാട്ടിന് മാറ്റമൊന്നുമല്ല, പാട്ട് സംഗീതത്തിന് മാറ്റം വന്നിട്ടുണ്ട്. നാടൻ പാട്ട് എന്ന് പറയുന്നത് വേറെ ശാഖയാണ്. നാടൻ പാട്ടിന്റെയും നമ്മുടെ നാടോടി സംഗീതത്തിന്റെയൊക്കെ സംഗീതങ്ങൾ എടുത്തിട്ട് പുതിയ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. പുതിയ ലിറിക്സ് എഴുതി പഴയ നാടൻ പാട്ട് ശാഖ വേറെയാണ്. അത് വേറൊരു നോളജാണ്, വേറൊരു ശാഖയാണ്, വേറൊരു വലിയ വിജ്ഞാനമാണ് ആണത്. മനസ്സിലായില്ലേ? അത് കോമഡി ഒന്നുമല്ല, അത് മനസ്സിലായി. ഒരു ജനതയുടെ നാടിന്റെ സംസ്കാരവും ചരിത്രവുമാണ് അതിനകത്ത്. അതൊരുപാട് നാട്ടറിവുകളാണ് അതിൽ ശേഖരിച്ചിരിക്കുന്നത്. ഒരുപാട് സമുദായങ്ങളുണ്ട് കേരളത്തിൽ. ആ സമുദായത്തിന്റെയൊക്കെ ജീവിതവും അവരന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് അറിവുകളുടെ വലിയ ശേഖരമാണ്. നമ്മൾ പറയുന്ന ഇന്ന് കേൾക്കുന്ന പാട്ടുമായിട്ട് ബന്ധപ്പെട്ടൊന്നും അല്ല കിടക്കുന്നത്. അപ്പൊ കണിയാ സമുദായത്തിന് കണിയാ സമുദായം എന്ന് പറയുന്ന ഒരു സമുദായമാണ്. അപ്പൊ ആ സമുദായത്തിന്റെ വളരെ പാട്ടിന്റെ അവര് ഭൂമിശാസ്ത്രത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും ഒട്ടേറെ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ദൈവത്തെക്കുറിച്ചും ദൈവത്തെ ആരാധിക്കുന്ന രീതിശാസ്ത്രത്തെക്കുറിച്ചും ഭൂമിയുടെ കറക്കത്തെക്കുറിച്ചും വെള്ളത്തിന്റെ സാധ്യതയെക്കുറിച്ചും ഒക്കെയുള്ള വലിയ വിവരങ്ങളാണ് ഓരോ പാട്ടിൽ. അപ്പൊ ഒരുപാട് സമുദായത്തിന് കേരളത്തില് ഓരോ ദേശത്തിലുണ്ട്, ലോകത്തെല്ലായിടത്തും ഉണ്ട്. അപ്പൊ എന്നുള്ള തന്നെ അങ്ങനെ ഒരു വലിയ ശാഖയാണ് ഈ നമ്മൾ അങ്ങനെ നാടൻപാട്ടിനെ വേറൊരു സംഭവമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ചലച്ചിത്ര ഗാനത്തിലും പഴയതും പുതിയതും വ്യത്യാസം ഒരുപാട് വന്നിട്ടില്ലേ? എങ്ങനെയാ അതിനെ കാണുന്നത്? പണ്ടത്തെ പാട്ടുകളുടെ ലിറിക്സ് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ലിറിക്സ് ഒരുപാടുള്ള ഒരു പണ്ട് ഇപ്പോഴും ഇന്നും അത് നമുക്ക് ഒത്തിരി കേട്ടിട്ടുള്ള പാട്ടുകളുടെ നമുക്ക് മനപാഠമാണ് ആ ലിറിക്സ്.
പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ വരികൾക്ക് പ്രാധാന്യം കുറവാണ്, വളരെ കുറവാണ്. അങ്ങനെ കൂടുതലും ഇലക്ട്രിഫൈങ് മ്യൂസിക് അതിൽ ഉണ്ടെങ്കിൽ പാട്ട് യങ് ജനറേഷൻ അത് ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. വരികൾ അവർക്ക് പ്രശ്നമല്ല എന്നുള്ള. പാട്ടുകളും കുറഞ്ഞു വരുന്നുണ്ടോ സിനിമകളിൽ? തീർച്ചയായിട്ടും കുറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ പണ്ട് ഒരു 8-9 പാട്ട് 10-12 പാട്ടുകൾ വരെയൊക്കെ ഒരു സിനിമയിൽ ഉണ്ടെങ്കിലും നമ്മൾക്ക് അത് ഓരോ പാട്ടും അതിലുള്ള 10-12 പാട്ടുകളും അത്രത്തോളം ഹൃദയത്തിനോട് ചേർന്നിരിക്കുന്ന രീതിയിൽ ലിറിക്സ് ഓർമ്മ വരുമായിരുന്നു. അപ്പം അത്രയ്ക്ക് പ്രാധാന്യമുള്ള ലിറിക്സിനൊരു വലിയ പണ്ട് ലിറിക്സ് എടുത്തിട്ട് സംഗീതം ചെയ്യലും ഇപ്പൊ സംഗീതത്തിനനുസരിച്ച് ലിറിക്സ് എഴുതലും അങ്ങനെയൊക്കെ രണ്ടും നടക്കുന്നുണ്ട്. ലിറിക്സ് എഴുതിയതിനു ശേഷം കമ്പോസിങ് ചെയ്യുന്നതുകൊണ്ട് അല്ലാതെയും ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സിനിമകളിൽ സിറ്റുവേഷന് അനുയോജ്യമായ കമ്പോസിഷൻസ് ആണ് ഇപ്പൊ നടക്കുന്നത്. അതിപ്പോ ജോണി എഴുതാറുണ്ട് അല്ലേ? ഞാൻ എഴുതാറുണ്ട്, കമ്പോസ് ചെയ്യാറുണ്ട്, സിംഗറുമാണ്. ജോണി മോനെ ജോണി ആ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു പാട്ടിന്റെ ആവശ്യമുണ്ട്. ഒന്ന് പാടാമോ? ഇല്ല, സോറി. പക്ഷെ ഞാൻ ആ ഒരു വരികൾ എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നതിന് അതിൽ നിന്നും വളരെ വ്യത്യാസമുണ്ട്. ട്യൂൺ അനുസരിച്ച് വരി എടുക്കുക. ഒരു കാര്യം പറയണേ, ഇപ്പൊ എന്റെ ചേട്ടൻ തന്നെ ആയിരിക്കും. ചേട്ടൻ അതിലൊരു മിടുക്കനാണ്. ഈ വരി പാട്ട് കേട്ടിട്ട് വരി എഴുതുക. എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. ടു ഹരിഹർ നഗർ എന്ന സിനിമയിൽ ബിച്ചു സാറിന്റെ ഒരു പഴയൊരു ഫസ്റ്റിൽ ഇറങ്ങിയ പാട്ട് സെക്കൻഡ് ടൂവിൽ വന്നപ്പോഴത്തേനും ബിച്ചു സാറിനെ കൊണ്ട് തന്നെ വീണ്ടും എഴുതിപ്പിച്ചു. എന്റെ അമ്മോ, അതായത് ഒരു ട്യൂൺ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ലൈൻസിന് എന്ത് വേണം എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് എഴുതി തരും. അത് എഴുതി എടുക്കേണ്ട പണിയായിരുന്നു എന്റെ കേട്ടോ. ഒരു പടത്തില് പാവാട വേണം മേലാട വേണം. ആക്ച്വലി ശ്യാം സാറ് ഇങ്ങനെയാണ് ട്യൂണ് കൊടുത്തു. എനിക്ക് അറിയുന്നതും പാടാം. ട്യൂണ് കൊടുത്തിട്ട് ഇതിനനുസരിച്ച് അതൊരു മുസ്ലിം ക്യാരക്ടറാണ്, അതിനനുസരിച്ചിട്ടുള്ള വാക്കുകൾ വേണം അതിൽ വരാൻ എന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ മുസ്ലിമിന്റെ അറിയാവുന്ന ബുക്കുകളൊക്കെ എടുത്ത് നിരത്തി വെച്ച് അതിൽ നിന്നെല്ലാം പദങ്ങളൊക്കെ തപ്പി പിടിച്ചെടുത്ത് ആദ്യമൊക്കെ പിന്നെയാണ് ഈ പറയണതിന് മുമ്പ് എഴുതണ പരിപാടി തുടങ്ങിയത്. അത് നല്ല ബുദ്ധിമുട്ടി ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് എടുത്ത് വെച്ചിട്ടാണ് ആ പാവാട വേണം മേലാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ നമ്മക്ക് എഴുതി. ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ എന്തൊരു മീനിങ് ആണെന്ന് ആലോചിച്ച് നോക്ക്. ഉമ്മയുടെ സർവ്വതുമാണ്. പൊരുളെന്ന് പറയാൻ സ്വത്ത്. ഇക്കാന്റെ കരളാണ് നീ, ചേട്ടന്റെ ബ്രദറിന്റെ കരള്. ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക്. ചേട്ടൻ ഇത് കണ്ടുപിടിച്ച് എഴുതി കഴിഞ്ഞു. പക്ഷെ ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരാള് പറയില്ല അത് ട്യൂൺ അനുസരിച്ചിട്ട് എഴുതിയത്. വരി കൊടുത്ത് എഴുതിയാണെന്ന് തോന്നുന്നു. ഉള്ളപ്പോ ഇപ്പോഴത്തെ സിനിമകളിൽ അദ്ദേഹത്തിനെ കൊണ്ടൊക്കെ ഒരുപാട് എഴുതിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. യൂസ് ചെയ്യുന്നില്ല. സൂരജ് ഇപ്പോഴത്തെ തലമുറയുടെ ഒരു പ്രതിനിധിയാണ്, ബാൻഡിലൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ കേൾക്കുമ്പോ എന്താ തോന്നുന്നത്? ഇപ്പോഴും നല്ല പാട്ടുകളുണ്ട്, പഴയ കാലത്ത് നല്ല പാട്ടുണ്ട്. പഴയ കാലത്തും ചീത്തപ്പാട്ടുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ചീത്തപ്പാട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ വിലയിരുത്താൻ എനിക്ക് ആക്കാറ്. കാരണം സിനിമാ സംഗീതം എന്ന് പറയുന്നത് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന മ്യൂസിക്കാണ്. ഇപ്പം സിനിമയിൽ പാട്ട് കുറയുന്നോ കൂടുന്നോ എന്നുള്ളതൊന്നും ഒരു ചർച്ചാ വിഷയമൊക്കെ ഉണ്ടായ കാര്യമില്ല. കാരണം സിനിമയ്ക്ക് പാട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പാട്ട് വേണം, അല്ലെങ്കിൽ പാട്ട് വേണ്ട. ഇപ്പം പാട്ടിൻ്റെ എണ്ണം കുറയുന്നതിന് നമുക്ക് സിനിമയെ പഴിച്ചിട്ട് കാര്യമില്ല. സിനിമ ഡിമാൻഡ് ചെയ്യുന്ന എന്താണോ അതാണ് നമ്മൾ സിനിമയ്ക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സിനിമയുടെ അണിയർ പ്രവർത്തനം അതിന് കൊടുക്കുന്നത്. സൂരജിന്റെ മസാല കോഫിയിലെ ഒരു പാട്ടില്ലേ, കാന്ത ഞാനും വരാ തൃശ്ശൂർ പൂരം, അത് ഇതുപോലെ നാടൻ പാട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അതല്ലേ അത്? അതെ, കാന്ത എന്ന് പറയുന്നത് ഒരു പഴയ ഫോക്ക് സോങ് ആണ്. തീർച്ചയായും. കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ, പൂരമെനിക്കൊന്നു കാണണ കാന്ത, പൂരമെനിക്കൊന്നു കാണണ കാന്ത, പൂരമെനിക്കൊന്നു കൂടണ കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ, കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. ഇതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മാപ്പിള പാട്ടുകളും ഉണ്ടായിട്ടുണ്ട് അല്ലേ? എല്ലാവരും ഏറ്റുപാടാറില്ല. ദാസേട്ടനൊക്കെ പാടിയിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്നും പറയാമോ? ഏതൊക്കെയാ?
പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നല്ല പാട്ടുകൾ ഉണ്ടാവുന്നുണ്ട്, നല്ല വരികൾ ഉണ്ടാവുന്നുണ്ട്. അതിന് ഞാൻ തന്നെ കമ്പോസ് ചെയ്ത ഒരു പാട്ട് ഇന്ന് നൽകിയിട്ടുണ്ട്. ഉമ്മയെ കുറിച്ചൊരു പാട്ടാണ്. പകലന്തി നേരത്തും പരിഭവമില്ലാതെ പണിയെടുത്തലയുന്നൊരുമ്മ എന്നെ പരിപാലനത്തിൻ്റെ പൊൻതൂവൽ തൊട്ടിലിൽ പാടിയുറക്കുന്നൊരുമ്മ കനിവിൻ്റെ പാദങ്ങളിൽ ഞാനൊരുമ്മ. പകലന്തി നേരത്തും പരിഭവമില്ലാതെ പണിയെടുത്തലയുന്നൊരുമ്മ എന്നെ പരിപാലനത്തിൻ്റെ പൊൻതൂവൽ തൊട്ടിലിൽ പാടിയുറക്കുന്നൊരുമ്മ കനിവിൻ്റെ പാദങ്ങളിൽ ഞാനൊരുമ്മ. പാദങ്ങളിൽ ഞാനൊരു ഉമ്മ എന്ന് പറയുന്ന അത്രയും നല്ല വരികൾ എഴുതുന്ന, ഇത് കൊച്ചിൻ മൂസാബായ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയാണ്. അടുത്ത കാലത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. പക്ഷെ അദ്ദേഹത്തിന്റെ നല്ല വരികളാണ്, പക്ഷെ അധികം പാട്ടുകൾ വന്നിട്ടില്ല. അദ്ദേഹം കോമഡി ഗാനങ്ങൾ അങ്ങനെ പല പാട്ടുകളും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വളരെ രസകരമായിട്ട് ആസ്വദിക്കാവുന്ന നല്ല വരികളോടുകൂടി പ്രവാസികൾക്ക് വേണ്ടിയുള്ള പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം പാട്ടുകൾ അങ്ങനെ വന്നു. അനിതയ്ക്ക് സൂഫി സിംഗർ എന്നുള്ള ഇതാണോ കേൾക്കാൻ താല്പര്യം, അതോ പ്ലേ ബാക്ക് സിംഗർ എന്നുള്ളത് കേൾക്കാനാണ് താല്പര്യം? അങ്ങനെ ഒരു ഒരു ഗായികയെ സംബന്ധിച്ച് ഗായിക എന്നറിയപ്പെടാനാണ് ഇഷ്ടം. ക്രിറ്റിസിസംസ് കേൾക്കാറുണ്ടോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ബാക്ക് ടോക്സ് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അതെനിക്ക് എന്നെ ബാധിക്കുന്ന ഒരു സംഭവമല്ല. കാര്യം ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കറിയാം. ഐ എം ഇൻ ദ റൈറ്റ് പാത്ത്, അല്ലെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ഞാനിപ്പോൾ സൂഫി എന്ന് പറയുന്ന ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. സൂഫി ട്രഡീഷൻ എൻ്റെ ഫാമിലിയിലുണ്ട്. ഞാൻ വീട്ടിൽ ഉറുദുവാണ് സംസാരിക്കുന്നത്. ഹൈദരാബാദി ഫാമിലിയാണ്, ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് കേരള. സോ മലയാളം നന്നായിട്ട് അറിയാം, വീട്ടിൽ ഉറുദുവാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ ലാംഗ്വേജ് കുറച്ചുകൂടെ അറിയാനും പഠിക്കാനും വേണ്ടിയിട്ട് ഞാൻ പഞ്ചാബിൽ ഏകദേശം ഒരു 2-2.5 വർഷം ഉണ്ടായിരുന്നു. കാര്യം ഇത് എഴുതപ്പെടുന്നത് സറൈക്കൽ ലാംഗ്വേജിലാണ്. അതായത് പഞ്ചാബി, സിന്ധി എല്ലാം കൂടെ മിക്സ് ചെയ്ത്, ഉറുദു എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ചില ഉറുദു പ്യോർ കലാംസും വരുന്നുണ്ട്. ബാബ ബുല്ലേ ഷാ, ഷാ ഹുസൈൻ, സുൽത്താൻ ബാഹു ഇവരുടെയൊക്കെ കലാംസ് കൂടുതലും എഴുതപ്പെട്ടിരിക്കുന്ന സിന്ധി ലാംഗ്വേജിലാണ്. അപ്പോൾ ആ ലാംഗ്വേജ് എന്താണെന്ന് എനിക്ക് വരികൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട്, വരികൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ആ വരികളുടെ അർത്ഥമാണ് ശരിക്കും കേൾവിക്കാരന്റെ ഉള്ളിലേക്ക് പോകേണ്ടത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും പാടുന്നു, കേട്ടിരിക്കുന്നവന് എന്തെങ്കിലും മനസ്സിലാവുന്നു, അതല്ല. അപ്പൊ ആ വരി കറക്റ്റായിട്ട് പറഞ്ഞെങ്കിൽ എന്താണോ അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാവണം. അതിന്റെ പ്രൊനൗൺസിയേഷൻ പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ അതൊക്കെ അറിയാനും ഒക്കെ വേണ്ടി ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും പ്രോഗ്രാംസ് നോർത്ത് ഇന്ത്യയിലൊക്കെയാണ്, ഇന്ത്യക്ക് പുറത്ത് ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ നേപ്പാളിൽ പോയിരുന്നു, അവിടുത്തെ മ്യൂസിക് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരു ഭൂട്ടാനീസ് സോങ് ഞാൻ പഠിച്ചു. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ നേപ്പാളിൽ ഭൂട്ടാനീസ് സോങ് ആണ്, പാടാം. നല്ല രസമുണ്ട് ശരിക്കും. ഒരു തണുപ്പും മലയും ഹിമാലയത്തിൽ അവിടെ ഒരു ഡ്രാഗിൻ എന്ന് പറഞ്ഞിട്ടൊരു ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ഇൻസ്ട്രുമെന്റ് സൂഫി ഇൻസ്ട്രുമെന്റ് റബാബ് എന്ന ഇൻസ്ട്രുമെന്റിന് സമമായിട്ടുള്ളൊരു ഇൻസ്ട്രുമെന്റ് ആണ്. പിന്നെ ഫിഡിലുണ്ട്. അങ്ങനെ ഒരുപാട് മ്യൂസീഷ്യൻസും ഒക്കെ ആയിട്ട് ഞാൻ മിങ്കിൾ ചെയ്യാറുണ്ട്, ജാം ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്, കൂടുതൽ അറിയാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതെന്റെ ലൈഫാണ് മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പൊ ആരെന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. ഓക്കെ, പാടാം നമുക്ക് പാടാം എന്ന ഈ സംവാദ നേരം ഇന്നിവിടെ അവസാനിക്കുന്നില്ല. നാളെ തുടരുന്നതാണ്. വീണ്ടും കാണും വരയ്ക്കും നമസ്കാരം.